ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2024 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ആവർത്തന ഗുണനം എന്ന് പറഞ്ഞ 8ാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും ലാസ്റ്റ് പേജിലുള്ള, അതായത് 126ാമത്തെ പേജിലുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ചുവടെയുള്ള ഗുണനങ്ങൾ മനക്കണക്കായി ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 5 സ്ക്വയർ ഇൻറ്റു 4 സ്ക്വയർ ആണ് അല്ലേ. 5^2 ഇൻറ്റു 4^2. അപ്പം ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം 5ൻ്റെ സ്ക്വയർ കണ്ട് പിന്നെ 4ൻ്റെ സ്ക്വയർ കണ്ട് അവ തമ്മിൽ ഗുണിക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? 5നെ 4 കൊണ്ട് ഗുണിച്ചിട്ട് അതിൻ്റെ സ്ക്വയർ കണ്ടാൽ മതി. അതായത് x⁻n ഇൻറ്റു y⁻n ഇസ് ഈക്വൽ ടു x ഇൻറ്റു y ഓൾ⁻n അല്ലേ. ആ ഒരു രൂപത്തിലാണ് നമ്മളിത് കാണേണ്ടത്. അപ്പോൾ 5 ഇൻറ്റു 4 എത്രയാണ്? 20 അല്ലേ. 20^2 നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 20^2 കാണാൻ എന്ത് ചെയ്താൽ മതി? 2 ഇൻറ്റു 2 നോക്കുക അല്ലേ. 2ൻ്റെ സ്ക്വയർ എത്രയാണ് നോക്കുക? 4 പിന്നെ 2 പൂജ്യം ഇട്ട് കൊടുക്കുക അല്ലേ. 20 ഇൻറ്റു 20 രണ്ടിൽ ഓരോ പൂജ്യം ഉണ്ട്. ഗുണനഫലത്തിൽ എന്ത് വരും? 2 പൂജ്യം വരും. അപ്പോൾ 400 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 5 സ്ക്വയർ ഇൻറ്റു 4 സ്ക്വയർ എന്നുള്ളതിൻ്റെ ആൻസർ എത്രയാണ്? 400 എന്നാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 5^3 ഇൻറ്റു 6^3 ആണ്. ഇതും ഏത് രൂപത്തിലാണ്? x⁻n ഇൻറ്റു y⁻n ഇസ് ഈക്വൽ ടു xy⁻n എഴുതിയാൽ മതി അല്ലേ. അതായത് 5^3 ഇൻറ്റു 6^3 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 5 ഇൻറ്റു 6^3 എന്ന് എഴുതാം അല്ലേ. ആദ്യം 5നെ 6 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് അതിൻ്റെ ക്യൂബ് കാണാം അല്ലേ. അപ്പം എങ്ങനെയാണ്? 5 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 30 ആണ്. 30^3 എത്രയാണ്? 3^3 എത്രയാണ്? 27 അല്ലേ. പിന്നെ 3 പൂജ്യം കൂടെ ഇട്ട് കൊടുക്കുക അല്ലേ. പിന്നെ 3 ഇൻറ്റു 10 എന്നുള്ള ആ ഒരു രൂപത്തിലല്ലേ. 30 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 10 ആണ്. 3ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 27 ആണ്. 10ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 ആണ്. അപ്പോൾ പിന്നെ 27 ഇൻറ്റു 1000 എന്ന് പറഞ്ഞാൽ 27,000 അല്ലേ. നമ്മൾ ക്യൂബാണ് അല്ല 3 പ്രാവശ്യം എഴുതി ഗുണിക്കുമ്പോൾ ഒരു പൂജ്യമാണെങ്കിൽ ആൻസറിൽ 3 പൂജ്യം വരും. പിന്നെ 4 പ്രാവശ്യം, അതായത് ⁻4 ആണെങ്കിൽ എന്താണ്? ഓരോന്നിലും ഓരോ പൂജ്യമാണെങ്കിൽ ഉത്തരത്തിൽ 4 പൂജ്യം വരും. ആ രൂപത്തിലാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ ഇപ്പോൾ 30^3 ആണ്. അപ്പോൾ 3ൻ്റെ ക്യൂബ് കാണുക, എന്നിട്ട് പിന്നെ 3 പൂജ്യം കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 27,000 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് 5^3 ഇൻറ്റു 6^3 എത്രയാണ് ആൻസർ? 27,000 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 25^3 ഇൻറ്റു 4^3. ഇവിടെ നമ്മൾ മനക്കണക്കായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ്, അതായത് x⁻n ഇൻറ്റു y⁻n ഇസ് ഈക്വൽ ടു x ഇൻറ്റു y ഓൾ⁻n എന്ന് പറഞ്ഞ ആ ഒരു ഇക്വേഷൻ ആ ഒരു രൂപത്തിൽ നമുക്ക് ചെയ്ത് നോക്കാം. അതായത് 25^3 ഇൻറ്റു 4^3 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 25 ഇൻറ്റു 4 ഓൾ⁻3 എന്നുള്ള രൂപത്തേക്ക് മാറ്റി എഴുതാം അല്ലേ. ഇനി 25 ഇൻറ്റു 4 എത്രയാണ്? 100 അല്ലേ. അപ്പം 100^3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100നെ 3 പ്രാവശ്യം എഴുതി ഗുണിക്കുന്നത്. അതായത് 2 പൂജ്യം ഉള്ളത് 3 പ്രാവശ്യം എഴുതി ഗുണിക്കുമ്പോൾ എത്ര ആവും? 6 പൂജ്യം ആവും അല്ലേ. 1 6 പൂജ്യം. അപ്പോൾ എത്രയാണ് വായിക്കുക? 10 ലക്ഷം എന്ന് ആൻസർ കിട്ടും അല്ലേ. അപ്പോൾ 25^3 ഇൻറ്റു 4^3 എന്ന് പറഞ്ഞാൽ എത്രയാണ് ആൻസർ? 10 ലക്ഷം നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 125^2 ഇൻറ്റു 8^2 ആണ് കാണേണ്ടത് അല്ലേ. ഇവിടെ നമുക്ക് ആ ഒരു ഇക്വേഷൻ, അതായത് x⁻n ഇൻറ്റു y⁻n ഇസ് ഈക്വൽ ടു x ഇൻറ്റു y ഓൾ⁻n എന്ന് പറഞ്ഞാൽ ആ ഒരു രൂപത്തിലേക്ക് മാറ്റി എഴുതാം. അതായത് 125^2 ഇൻറ്റു 8^2 എങ്ങനെ മാറ്റി എഴുതാം? 125 ഇൻറ്റു 8 ഓൾ⁻2 എന്ന് പറഞ്ഞ രൂപത്തേക്ക് നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. അപ്പം 125നെ 8 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 125നെ 2 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 250 അല്ലേ. 125 എന്ന് പറഞ്ഞാൽ 250 ആണ്. അപ്പോൾ 125നെ 4 കൊണ്ട് ഗുണിച്ചാൽ എത്രയായിരിക്കും? 500 ആയിരിക്കും. 125നെ 8 കൊണ്ട് ഗുണിച്ചാലോ 1000 ആയിരിക്കുമല്ലോ. അപ്പോൾ 125 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 1000 ആണ് അല്ലേ. അപ്പോൾ 125 ഇൻറ്റു 8 ഓൾ⁻2 എന്ന് പറഞ്ഞാൽ 1000^2 എന്ന് എഴുതാം. 1000^2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 പൂജ്യം ആയതുകൊണ്ട് തന്നെ അതിനെ അതുകൊണ്ട് തന്നെ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 6 പൂജ്യം ഉണ്ടാവും. 1 എഴുതിയിട്ട് 6 പൂജ്യം, അതായത് 10 ലക്ഷം എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി ഇതിലുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ചുവടെയുള്ള സംഖ്യകളെ വ്യത്യസ്ത അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായി എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് സംഖ്യകൾ തന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ സംഖ്യ നോക്കൂ. 15^2 ആണ് അല്ലേ. 15 എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യ എല്ലാം നമുക്കറിയാം. അപ്പം അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 15നെ ഘടകങ്ങളാക്കിയിട്ട് മാറ്റി എഴുതണം. 15നെ ഘടകങ്ങളാക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 3ഉം 5ഉം ആണ് അല്ലേ. 3 ഇൻറ്റു 5 ആണ് 15. അപ്പോൾ 15 സ്ക്വയർ എന്തായിരിക്കും? 3 ഇൻറ്റു 5 ഓൾ⁻2 എന്ന് എഴുതാൻ പറ്റും. 15 സ്ക്വയർ 3 ഇൻറ്റു 5 ഓൾ⁻2 ആണെങ്കിൽ നമുക്ക് അതിനെ ഒന്നും കൂടി മാറ്റി എഴുതണം. അതായത് 3 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ എന്ന് എഴുതാലോ. 3 ഇൻറ്റു 5 ഓൾ⁻2 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 30^3 അല്ലേ.
അപ്പോൾ നമുക്ക് ആദ്യം 30നെ ഘടകങ്ങളാക്കാം. അപ്പോൾ എങ്ങനെയാണ് 30നെ ഘടകങ്ങളാക്കണത്? സൈഡിൽ എഴുതി കാണിക്കുന്നുണ്ട്. 30ന് 2 ഉണ്ട് അല്ലേ? 30ൽ അപ്പോൾ എത്ര രണ്ടുള്ളത്? 15 രണ്ടാണുള്ളത്. അപ്പോൾ താഴെ 15 എന്ന് എഴുതുക. 15ൽ ഇനി 2 ഇല്ല, പിന്നെ ഏതുള്ളത്? 3 ഉണ്ട്. അപ്പോൾ 3 കൊണ്ട് ചെയ്യുമ്പോൾ എത്രയാണ്? 3 പിന്നെ എത്ര 3 ആണുള്ളത്? 5 3 അപ്പോൾ താഴെ 5 എന്ന് എഴുതുക. അത് പിന്നെ പ്രൈം നമ്പർ ആയതുകൊണ്ട് തന്നെ, അഭാജ്യസംഖ്യ ആയതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ചെറുതാക്കാനില്ല. അപ്പോൾ നമുക്ക് 30 എന്നുള്ളതിനെ എങ്ങനെ മാറ്റി എഴുതാം? 2 × 3 × 5 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ 30⁻3 എങ്ങനെ മാറ്റി എഴുതാം? 2 × 3 × 5 3 എന്ന് എഴുതാൻ പറ്റും. ഇനി നമുക്കതിനെ ബ്രാക്കറ്റ് എഴുതുമ്പോൾ എങ്ങനെയാണ്? അതിലുള്ള ഓരോന്നിനും, ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഓരോന്നിനും ആ പിന്നെ ⁻3 എന്നുള്ളത് ബാധകമാവില്ല. അതായത് 2⁻3 × 3 × 5⁻3 എന്ന് എഴുതാം. 2 × 3 × 5 3 എന്നുള്ളതിനെ എങ്ങനെ മാറ്റി എഴുതാം? 2⁻3 × 3⁻3 5⁻3 എന്ന് നമുക്ക് ആൻസറായിട്ട് എഴുതാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 12⁻2 × 21⁻2 ആണ് അല്ലേ? ഇതിൽ 12ഉം 21ഉം എന്തല്ല? അഭാജ്യസംഖ്യ അല്ല. അപ്പം നമുക്കതിനെ അഭാജ്യസംഖ്യ ആക്കിയിട്ട് മാറ്റണം. 12നെ ആദ്യം നമുക്ക് ഘടകങ്ങളാക്കി നോക്കാം. 12നെ ഘടകങ്ങളാക്കുമ്പോൾ എത്രയാണ്? 12ൽ 2 പോകൂലേ? എത്ര രണ്ടാണുള്ളത്? 6 രണ്ടാണുള്ളത്. ഇനി 6ലോ? 6ലും 2 ഉണ്ട്. എത്ര 2 ഉണ്ട്? 3 2. അപ്പം എന്തായി? 12 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 2 × 2 × 3 എന്ന് എഴുതാം അല്ലേ? ഇനി 2 × 2 എന്ന് പറഞ്ഞാൽ 2⁻2 ആണ് നമുക്കറിയാം. അപ്പോൾ 2⁻2 × 3 എന്ന് എഴുതാം. 12 എന്നുള്ളതിന് നമുക്ക് 2⁻2 × 3 എന്ന് എഴുതാം. ഇനി 21നെ ഘടകങ്ങളാക്കി നോക്കാം. 21നെ ഘടകങ്ങളാക്കുമ്പോൾ 21ൽ 2 പൂർണ്ണമായിട്ട് പോകില്ല അല്ലേ? പിന്നെ 3 പോകും. 3 എത്ര ഉള്ളത്? 7 3 21. 7 ഒരു അഭാജ്യസംഖ്യയാണ്. അതുകൊണ്ട് 21 എന്നുള്ളതിനെ നമുക്ക് എന്ത് എഴുതാം? 3 × 7 എന്നും എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 12⁻2 × 21⁻2 എന്നുള്ളത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 12 എന്നുള്ളത് എന്താ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? എന്താണ്? 2⁻2 × 3 ആണ്. അപ്പോൾ 12⁻2 ആണെങ്കിൽ എന്തായിരിക്കും? അതിൻ്റെ ⁻2 അല്ലേ? 2⁻2 × 3 ⁻2 ആണ് കാണേണ്ടത്. അതുപോലെ 21ന് പകരം 3 × 7 ആണ്. അപ്പോൾ 21⁻2 പകരം എങ്ങനെ? 3 × 7 ⁻2 എന്നും എഴുതാം. അപ്പോൾ 12⁻2 × 21⁻2 എന്നുള്ളതിന് പകരം നമ്മൾ എങ്ങനെ എഴുതാം? 2⁻2 × 3 ⁻2 3 × 7 എന്ന് എഴുതാൻ പറ്റും. ഇനി നോക്കൂ, ആ ബ്രാക്കറ്റിന് പുറത്തുള്ള ⁻2 എന്നുള്ളത് അതിൻ്റെ ഉള്ളിലുള്ള ഓരോന്നിനും ബാധകമാണ് അല്ലേ? അതായത് 2⁻2 ⁻2 × 7⁻2 നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ഇനി നമുക്ക് അതിനൊന്ന് ചെറുതാക്കാൻ പറ്റൂലേ? 2⁻2 ⁻2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതിന് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ്? x⁻m n = x⁻m × n ആണ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ്? m × n. ഇവിടെ എന്താണ്? 2ഉം 2ഉം ആണ്. അപ്പോൾ 2 × 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 2⁻4 എന്ന് കിട്ടും അല്ലേ? 2⁻2 എന്ന് പറഞ്ഞാൽ 2⁻4 ആണ്. അതുപോലെ 3⁻2 × 3⁻2 രണ്ടും 3ൻ്റെത് വരുന്നുണ്ട് അല്ലേ? അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ്? x⁻m × x⁻n എന്ന് പറഞ്ഞ രൂപത്തിലാണ്. അത് നമുക്ക് ഒന്നിച്ച് എഴുതുമ്പോൾ എങ്ങനെയാണ്? എമ്മും എന്നും കൂടിയും കൂട്ടിയിട്ട്, അതായത് x⁻m + n എന്ന് വേണം. അപ്പോൾ 3⁻2 + 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 കൂട്ടിയാൽ 4 ആണ്. അങ്ങനെ 3⁻4 എന്നും കിട്ടും. പിന്നെ 7⁻2 നമുക്ക് അതുപോലെ എഴുതാം. അപ്പോൾ 12⁻2 × 21⁻2 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 2⁻4 × 3⁻4 × 7⁻2 നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 12⁻2 × 21⁻3 ആണല്ലേ കണ്ടത്? അപ്പോൾ നമ്മളിവിടെ 12 എന്ന് പറഞ്ഞതിനെയും ഘടകങ്ങളാക്കി മാറ്റി എഴുതിയിട്ടുണ്ട്, 21നെയും ഘടകങ്ങളാക്കിയിട്ട് മാറ്റി എഴുതിയിട്ടുണ്ട് അല്ലേ? അഭാജ്യസംഖ്യകളിൽ ആക്കിയിട്ട് മാറ്റി എഴുതിയിട്ടുണ്ട്. 12 എന്ന് പറഞ്ഞാൽ 2 × 2 × 3, അതായത് 2⁻2 × 3 ആണ് നമുക്കറിയാം. അതുപോലെ 21 എന്ന് പറഞ്ഞാലോ 3 × 7 ആണെന്ന് നമുക്കറിയാൻ പറ്റും. ഇനി എന്താ ചെയ്യേണ്ടത്? 12⁻2 × 21⁻3 എത്രയാണെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് എഴുതുക? 12 എന്ന് പറഞ്ഞാൽ 2⁻2 × 3 ആണ്. അപ്പോൾ 12⁻2 2⁻2 × 3 2 എന്ന് എഴുതാം അല്ലേ? ഇനി 21⁻3 എന്നുള്ളതിനോ? 21 3 × 7 ആണ്. അപ്പോൾ 21⁻3 എന്നുള്ളതിന് 3 × 7 3 എന്നും എഴുതാൻ പറ്റും. ഇനി നമുക്കതിനെ ഒന്ന് ചെറുതാക്കണം. ഇങ്ങനെയാണ് നമ്മൾ നേരത്തെയൊക്കെ ചെയ്ത പോലെ തന്നെ ആ ബ്രാക്കറ്റിന് പുറത്ത് ⁻2 എന്നുള്ളത് ഓരോന്നിനും ബാധകമാണ്. അതായത് 2⁻2 3 ബാധകമാണ് അതിൻ്റെ പുറത്തുള്ള ആ ⁻2 എന്നുള്ളത്. അപ്പോൾ എങ്ങനെ എഴുതാം? 2⁻2 ⁻2 3⁻2 എന്ന് എഴുതാം. ഇനി അടുത്ത ബ്രാക്കറ്റിലുള്ളതോ 3 × 7 3 ആണ് അല്ലേ? അതിനെങ്ങനെയാണ്? 3⁻3 × 7⁻3 എന്നും എഴുതാം.
ഇനി നോക്കൂ 2 ഓൾ റേസ് ടു 2 എന്നുള്ളത് നമ്മൾ നേരത്തെ ചെയ്തു. എങ്ങനെയാണ് എക്സ് റേസ് ടു എം ഓൾ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എം എൻ എന്നുള്ള ആ ഒരു രൂപത്തിൽ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് എം എൻ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 4. അപ്പോൾ 2 റേസ് ടു 4 എന്ന് കിട്ടും. ഇനി അടുത്തത് 3 റേസ് ടു 2 3 റേസ് ടു 3 അല്ലേ. അത് എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞ രൂപത്തിലാണ്. അതായത് എക്സ് റേസ് ടു എം പ്ലസ് എൻ. അപ്പോൾ 2ഉം 3ഉം കൂടി കൂട്ടുക 5 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 3 റേസ് ടു 5 എന്ന് എഴുതാം. അപ്പോൾ 2 റേസ് ടു 4 ഇൻറ്റു 3 റേസ് ടു 5 ഇൻറ്റു 7 റേസ് ടു 3 എന്നുള്ളത് അതുപോലെ തന്നെ എഴുതാം. അപ്പോൾ 12 റേസ് ടു 2 ഇൻറ്റു 21 റേസ് ടു 3 എന്നുള്ളത് നമ്മൾ എങ്ങനെ മാറ്റി എഴുതി? 2 റേസ് ടു 4 ഇൻറ്റു 3 റേസ് ടു 5 ഇൻറ്റു 7 റേസ് ടു 3 എന്ന് എഴുതാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സിമ്പിളാണ്, ഒന്ന് ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന കണക്കുകളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.